ജസ്റ്റ് ഇപ്പം കണ്ടിട്ട് വന്നേ ഉള്ളൂ സിനിമ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വാക്കില്ല. നിങ്ങൾക്ക് എല്ലാം ഇപ്പം തിയേറ്ററിൻ്റെ റെസ്പോൺസ് കാണുന്നത് പോലെ അത്ര ഗംഭീരം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുക, ഇതൊരു സിനിമയായിട്ടും കാണാൻ പറ്റത്തില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മാസ് മസാല അല്ലെങ്കിൽ ഒരു മൂവീസ് അല്ലെങ്കിൽ സ്റ്റൺസ് അങ്ങനത്തെ ഒരു സംഭവം വരത്തില്ല. ഇത് ഫുൾ ഫാക്ട്സ് വെച്ചിട്ടുള്ള ഒരു 3 hours റൺ ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ലെവൽ മൂവിയാണ്. കാരണം ഇത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരും ഇവിടെ ഒരു കൈയടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മാസ് സീനോ ഒന്നും പ്രതീക്ഷിച്ച് വരുന്നതല്ല. അവരും ഇത് കണക്ക് റിവ്യൂ കണ്ടിട്ട് എന്താണ് സത്യത്തിൽ നടന്നത് എന്നത് കാണാനുള്ള ആകാംക്ഷ വരുന്നവരാണ്. അപ്പം ഇത് കണ്ട് പലരെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിലിരുന്ന് തന്നെ കരയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഷോക്കായിട്ടിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവസാനം ഇത് കണ്ടിട്ട് സാധാരണ സിനിമ കണ്ടു കഴിഞ്ഞാൽ എഴുതി കാണിക്കുന്നതിന് മുമ്പ് തന്നെ പലരും ഇറങ്ങി പോകുന്നവരുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ തിയേറ്റർ ഫുള്ള് ഓഫായിട്ട് പോലും പലരും അവിടെ ഇരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് ഷോക്കായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് സീനൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും കൈയൊക്കെ വിറയ്ക്കും. കാരണം ഇത്രയും വലിയൊരു എന്താ പറയുക, ജീനോസൈഡ് നമ്മുടെ ഇന്ത്യയിൽ നടന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഞാനും അറിയുന്നത്. കാരണം കേട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു, പക്ഷെ ആദ്യമായിട്ടാണ് ഇത് ഇത്രയും വ്യക്തമായിട്ട് കേൾക്കുന്നത്, കാണുന്നത്. ബിഗ് സല്യൂട്ട് ടു വിവേക് നിഗോത്രി ആൻഡ് എൻറ്റയർ ക്രൂ. ലൈക്ക് ദേ ഡിഡ് എ ഫെൻറ്റാസ്റ്റിക് ജോബ്. അതിന് വേറെ ഒരു വാക്കുമില്ല. അത്രയ്ക്ക് നല്ല മൂവിയാണ്. ഇതിനെപ്പറ്റി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഉറി എന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലായിരുന്നു. അതിൻ്റെ ഒരു മിസ് ഇതിൽ തീർത്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല മൂവിയാണ്.